നമ്മുടെ വീടിന്റെ പണി ചെയ്തത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷൻ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് ലേബർ കോൺട്രാക്റ്റിന്റെ ബേസിൽ എടച്ചേരി ബിൽഡേഴ്സ് ആണ് കേട്ടോ. 375 രൂപ സ്ക്വയർ ഫീറ്റിന് 375 രൂപയ്ക്ക് നമ്മൾ ലേബർ അടിസ്ഥാനത്തിലാണ് വീടിന്റെ പണി ഇത്ര വരെ പൂർത്തിയാക്കിയിരിക്കുന്നത്. സ്വപ്നക്കൂടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട് പണി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എല്ലാവരുടെയും ഒരു സംശയമാണ്, ഫുൾ കോൺട്രാക്ട് കൊടുക്കണോ ലേബർ കോൺട്രാക്ട് കൊടുക്കണോ എന്ന്. ഞങ്ങൾക്കും ആ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലേബർ കോൺട്രാക്ട് തന്നെ കൊടുക്കണം. ഇതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ആണിയുടെ ക്വാളിറ്റി തൊട്ട് നമുക്ക് സ്വയമായിട്ട് അറിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് ഇവരുടെ കയ്യിൽ കൊടുക്കുവാണ്. വേറെ ഒരു കാര്യം പോലും ഇവർ ഇതിൻ്റെ അകത്ത് അവരുടെ കയ്യിൽ നിന്നെടുത്ത് അവർ മേടിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളിത് ചെയ്തപ്പോൾ ആണെങ്കിൽ പോലും തറ കെട്ടിക്കഴിഞ്ഞിട്ട് തറയുടെ പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഈ ലിൻഡൽ വരെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മെറ്റീരിയൽ മാത്രം കൊടുക്കും. ലേബർ എന്ന് പറയുന്നത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കഴിയുമ്പോൾ മാത്രമാണ് പൈസ നമ്മൾ കൊടുത്തിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് മേടിക്കുന്ന ഓരോ സാധനത്തിനും എന്താണ് വില എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. അങ്ങനെ മെറ്റീരിയൽ പർച്ചേസിങ് നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ലാഭവും കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ ഫുൾ കോൺട്രാക്ടറുടെ കയ്യിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള കമ്മീഷൻ എന്താണെന്ന് പറഞ്ഞാലും അവരെടുത്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. സമയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലേബറിന് തന്നെ വീട് ചെയ്യാൻ കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ വീടുണ്ടല്ലോ 1600 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇതിൽ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് സിറ്റ് ഔട്ട് ആണ്. സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലിവിങ് സ്പേസ് ആണ് വരുന്നത് കേട്ടോ. ലിവിങ് സ്പേസ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് തന്നെയാണ്. ലിവിങ് ഈ കാണുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോട്ടിയാടാണ് കേട്ടോ. കോട്ടിയാട് ഹാഫ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ഒരു കോട്ടിയാടാണ്. പിന്നെ ഈ ഒരു പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഇവിടെ സ്ലൈഡിങ് ഡോറ് വരുന്നതാണ്. അതൊക്കെ കാണിക്കാം കേട്ടോ മുന്നോട്ട് ആയി കഴിയുമ്പോഴത്തേക്കും. ഇപ്പം നിങ്ങൾ മൊത്തത്തിൽ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ കാണിക്കാം. ഇനി ഈ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത് നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ്. ചെറിയ രീതിയിൽ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് പുറകിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഏരിയ ആണ്. ഇനി ആ കാണുന്നത് ഒരു ചെറിയ ബെഡ്റൂമാണ് കേട്ടോ. അത് നമുക്ക് ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇനി ഈ സൈഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മാസ്റ്റർ ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കോമൺ ബാത്റൂമും പിന്നെ വേറൊരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ബെഡ്റൂമോട് കൂടിയിട്ട് വരുന്ന ഒരു ഒറ്റ നില വീടാണ് നമ്മുടേത്. അപ്പോൾ നമ്മുടെ വാർക്കെല്ലാം കഴിഞ്ഞ് തട്ടൊക്കെ പൊളിച്ചിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്ത് നടക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള വയറിംഗ് ആണ്. വയറിങ്ങിന് എവിടെയാണ് കേബിൾ പർച്ചേസ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. അതിനൊപ്പം തന്നെ നമ്മൾ ടൈലും സാനിറ്ററി വെയറും ഒക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുള്ളതും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എടുക്കുന്ന വീട് പണിയുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.